നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മുന്നറിയിപ്പ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാട്ടാനപ്പേടി ഒഴിയാതെ അതിരപ്പിള്ളി. രാത്രിയിൽ ആംബുലൻസ് തടഞ്ഞ് കബാലി. KSRTC ബസ്സിന് മുന്നിൽ ആന നിലയുറപ്പിച്ചത് അരമണിക്കൂറോളം. കൃഷി നശിപ്പിക്കുന്നതും പതിവാകുന്നു. ഇടുക്കി മാങ്കുളത്ത് ആനപ്പേടിയിൽ പുറത്തിറങ്ങാനാകാതെ ജനങ്ങൾ. മലപ്പുറം വൈലത്തൂരിൽ ഗേറ്റിനടിയിൽ കുടുങ്ങി മരിച്ച കുട്ടിയുടെ മുത്തശ്ശിയും മരിച്ചു. മരിച്ചത് മൃതദേഹം കാണാനെത്തിയപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന്. 9 വയസ്സുകാരനായ സിനാൻ മരിച്ചത് ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വാഹനാപകടത്തിൽ 2 മരണം. നിയന്ത്രണം വിട്ട ജീപ്പ് ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. തൃശൂർ കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങൾ ഇടിച്ച അപകടം. മഴക്കാല ടൂറിസം ആസ്വദിച്ച് സഞ്ചാരികൾ. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും എത്തുന്നത് നിരവധി പേർ. മഞ്ഞു പൊതിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ. വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിന് ഉള്ളിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ മുത്തശ്ശിയും മരിച്ചു. പേരക്കുട്ടിയുടെ മൃതദേഹം കാണാനെത്തിയ ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ആസിയയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇന്നലെയാണ് 9 വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. അയൽവാസിയുടെ ഗേറ്റിൽ കഴുത്തുകുടുങ്ങി മരണമടഞ്ഞ 9 വയസ്സുകാരൻ സിനാന്റെയും സിനാന്റെ മുത്തശ്ശി അസിയയുടെയും മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സിനാന്റെ മരണം ഉണ്ടായത്. സിനാൻ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വീടിന് അടുത്തുള്ള മറ്റൊരു വീട്ടിലൂടെയാണ് സിനാൻ പോയിരുന്നത്. ഈ വീട്ടിലെ ഗേറ്റ് അതൊരു റിമോട്ട് നിയന്ത്രിത ഗേറ്റാണ്. മാത്രമല്ല അത് സ്വിച്ച് ഉപയോഗിച്ചും തുറക്കാം. അങ്ങനെ സ്വിച്ച് ഉപയോഗിച്ച് തുറക്കാൻ കഴിയുന്ന ഗേറ്റ് തുറന്ന് സിനാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗേറ്റിനിടയിൽ കുടുങ്ങി എന്നാണ് കരുതുന്നത്. അങ്ങനെ കുടുങ്ങിയ സിനാന്റെ പിന്നീട് നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നടന്ന സംഭവങ്ങളെപ്പറ്റി അയൽവാസിയായ അമീർ അലി ഇപ്രകാരമാണ് പറയുന്നത്. വീടിന്റെ ഒരു 20 മീറ്റർ ദൂരത്താണ്. എൻ്റെ വീട്ടിന്റെ കൊലായിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ വൈകിട്ട് ഒരു 4:10 കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വല്ല കരണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട് കുടുങ്ങി കിടക്കുന്നത്, അങ്ങോട്ട് പോകണ്ട, കറണ്ട് പിടിച്ചതെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാനുണ്ടായത്. നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഷോക്കടിച്ചതൊന്നുമല്ല, ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ്. കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്. സിനാന്റെ മരണം അറിഞ്ഞ ഉടനെ തന്നെ ആസിയയ്ക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു, ശ്വാസമുട്ടലുണ്ടായിരുന്നു, കുഴഞ്ഞു വീണിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച അവരുടെ മരണവും രാത്രി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ്. ഹൃദയാഘാതമാണ് ആസിയയുടെ ജീവനെടുത്തത്. ആസിയയുടെ മൃതശരീരം രാവിലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സിനാന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷമാണ് ഇനി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. 2 പേരുടെയും ഖബറടക്കം ചിലവൂർ പള്ളി ഖബറിസ്ഥാനിലായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും നാടിനെ നടുക്കിയ, എല്ലാ അർത്ഥത്തിലും നാട്ടുകാരെ ഒന്നടങ്കം വേദനയിലാക്കിയ സംഭവമാണ് സിനാന്റെയും ഉമ്മുമ്മയുടെയും ഈ ആകസ്മിക മരണം. മലപ്പുറത്തും അതിലോട്ട് പറയുമ്പോൾ അനുമോദ്, ന്യൂസ് 18. ഇപ്പോൾ ഡൽഹിയിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. Please.
BJP ഓഫീസിലേക്കാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരെ അവിടെ നിന്നും നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഡൽഹിയിൽ വലിയ രീതിയിൽ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ്. हम आएंगे खुद बैठेंगे यार। इधर आ जाओ। लोगों को നീറ്റ് ക്രമക്കേടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. BJP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ ആണ് ഉയർന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അന്വേഷണം അടക്കം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ വലിയ പ്രതിഷേധമുയർത്തുന്നു കോൺഗ്രസ്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ച അപകടം. ഇന്ന് രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന അൽ അസ എന്ന സ്വകാര്യ ബസ് കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്ന ബൈക്കിൽ ഇടിച്ചത്. ബൈക്ക് യാത്രക്കാരനായ കരുവന്നൂർ സ്വദേശി ഷൈജുവിന് അപകടത്തിൽ പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ വാഹനാപകടത്തിൽ 2 മരണം. നിയന്ത്രണം വിട്ട ജീപ്പ് ചായക്കടയിലേക്ക് പാഞ്ഞു കയറിയാണ് അപകടം. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത്, ജോൺ കമുങ്ങുംതോട്ടിൽ എന്നിവരാണ് മരിച്ചത്.
ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. സംസ്ഥാനത്തും വിപുലമായി യോഗാ ദിനം ആചരിച്ചു. തിരുവനന്തപുരം ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാഗമായി. 500-ലധികം വിദ്യാർത്ഥികൾ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. Drop your head back to the left, chin to the chest. Now it in the opposite direction, head back to the center. As you inhale and exhale again, chin to the chest. Inhale to the left ear towards the left shoulder. Inhale. As you exhale, you slowly turn to the right side. So bend your പാലക്കാട് left elbow. സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുത്തു. കണ്ണിലേക്ക് ഫേസിലേക്ക് പകർന്നു കൊടുക്കുക. കൈകളിലേക്ക് കണ്ണു തുറക്കുക. യോഗാ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ NCC കേഡറ്റുകൾ യോഗ പരിശീലനം നടത്തി. 600 പേർ പങ്കെടുത്തു. എറണാകുളം ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലുള്ള 7 കേരള ഗേൾസ് ബറ്റാലിയൻ NCC ആണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. മുകളിലേക്ക് നോക്കുക. ശ്വാസം പുറകിലേക്ക് വലിച്ചു പൊന്തിക്കുക. പലയിടത്തും യോഗാ ദിനം ആചരിച്ചത് മഴയത്താണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുൻവശത്ത് നടന്ന അവിടെയും മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ പ്രവചനമുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇരിങ്ങലിൽ ജനങ്ങളെ ദുരിതത്തിലാക്കി വെള്ളക്കെട്ട്. മഴ പെയ്യുമ്പോൾ സർവീസ് റോഡിൽ വെള്ളം കയറുന്നതിനാൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ്. ഇരിങ്ങലിനും പയ്യോളിക്കും ഇടയിലാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. സർവീസ് റോഡ് സമുദ്രനിരപ്പിൽ നിന്ന് താഴുന്നതാണ് ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹൈവേ വൈഡിങ്ങിന്റെ ഭാഗമായി നമുക്ക് ആദ്യം വേണ്ടത് സർവീസ് റോഡാണ്. ആ സർവീസ് റോഡിന്റെ നിർമ്മാണം മഴ പെയ്യുന്നതിന് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നമുക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. സർവീസ് റോഡ് സമുദ്ര നിരപ്പിൽ നിന്നും താഴ്ന്ന നിലയിൽ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സർഗാലയിലേക്ക് പോകുന്ന അണ്ടർവേ നമ്മുടെ പ്രദേശത്ത് പുഴയുടെ അവസ്ഥയിൽ നിന്നും വളരെ താണിട്ടാണ് സർവീസ് റോഡിന്റെ അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മഴ പെയ്യുമ്പോൾ അണ്ടർപാസിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സ്കൂട്ടർ, ഓട്ടോറിക്ഷ തുടങ്ങിയുള്ള വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ ആംബുലൻസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിലും റോഡ് എവിടെയാണ്, ഡ്രെയിനേജ് എവിടെയാണ്, എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പാലക്കാട് തൃത്താല കപ്പൂരിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അമേറ്റിക്കര സ്വദേശി മൊയ്തീൻകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. അടുക്കള ഭാഗത്തോട് ചേർന്ന കിണറായതിനാൽ വീടും അപകട ഭീഷണിയിലാണ്. ശക്തമായ മഴ പെയ്താൽ വീട് കിണറിലേക്ക് പതിക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം. എറണാകുളം തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. മോഡൽ എഞ്ചിനീയറിംഗ് വാർഡിലെ രാധികയാണ് മരിച്ചത്. കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂരിൽ കാട്ടാനയായ കബാലി ആംബുലൻസ് തടഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഇന്നലെ രാത്രിയായിരുന്നു കബാലി വാഹനം തടഞ്ഞത്. ആനയെ കണ്ട് ഭയന്നോടി പരിക്കേറ്റ ആളെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചുവരികയായിരുന്ന ആംബുലൻസാണ് തടഞ്ഞത്. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് KSRTC ബസ് 20 മിനിറ്റ് ഈ വഴിയിൽ നിർത്തിയിട്ടിരുന്നു. അതേസമയം അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇടുക്കി മാങ്കുളം
വിരിഞ്ഞപ്പാറ മേഖലയിൽ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. സ്ഥിരമായി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. കൂട്ടമായി എത്തുന്ന ആനകൾ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് കാട് കയറുന്നത്. കാട്ടാനശല്യം മൂലം രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പരാതി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു 100ഓളം കുടുംബക്കാർ പരിസര പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇച്ചിരി സന്ധ്യ കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പേടിയാവും കേട്ടോ. നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാച്ചോട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിങ് ഉണ്ട് നിലവിൽ. അത് തകരാറിലായി പോയതാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇത്ര ആനശല്യം ഉണ്ടാവാൻ കാരണം. അവരത് നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതിപ്പം വീടിൻ്റെ പുറകുവശത്ത് ഈ മുറ്റത്തോടെ എല്ലാം വന്ന് ആന മുറ്റത്തോടെ വന്നു തിരക്കകത്ത് കിടക്കാൻ വരെ പേടിയാവുക. വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായി. തിരുവനന്തപുരം പാറ്റൂരിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ചാടിയ യുവാവിനെ രക്ഷിച്ചു. അഗ്നിശമന സേനയാണ് ഇയാളെ തോട്ടിൽ നിന്നും പുറത്തെടുത്തത്. ആത്മഹത്യ ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് യുവാവ് തോട്ടിലേക്ക് ചാടിയത്. മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. വീട് മണക്കാട്. വെറുതെ ചാടി. ഇപ്പോൾ ചാടി രക്ഷപ്പെടുത്തിയ ശേഷമുള്ള പ്രതികരണമാണ്, അയാളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വെറുതെ ചാടിയത് എന്നായിരുന്നു തോട്ടിൽ നിന്ന് പുറത്തെടുത്ത ശേഷമുള്ള അയാളുടെ പ്രതികരണം. മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. വീട് മണക്കാട്. വെറുതെ ചാടി. ഞങ്ങളുടെ പ്രതിനിധി ഡാനിനോടാണ് സംസാരിക്കുന്നത്. ഡാൻ ചോദിക്കുമ്പോൾ വെറുതെ ചാടിയതാണ് എന്നാണ് പറയുന്നത്. അതേസമയം ചാടിയ സമയത്ത് എൻ്റെ ശവം എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോക്കി നിൽക്കുന്നവരുടെ ഇടയിലൂടെ അതിലേക്ക് ചാടിയതിനു ശേഷമുള്ള പ്രതികരണം വെറുതെ ചാടിയത് എന്നാണ്. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഒക്കെ എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് ടോപ്പ് സ്റ്റേഷൻ. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇടമാണ് ടോപ്പ് സ്റ്റേഷൻ. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പ്രവേശന ഫീസ്. ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്. ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം, ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ ധാരാളമായി ഇവിടെ எத்துന്നുണ്ട്. கேரளாவில் மூணாறு தமிழ்நாடு கம்பேர் பண்ணும்போது கொஞ்சம் பெட்டராக தெரியும். எப்பயுமே கூலிங்காக இருக்கும். மலை காடு எல்லாம் வந்து ஒரு பிரம்மாண்டத்தை தரும். எப்பயுமே ட்ராவலிங்கில் தமிழ்நாட்டிலையும் கொடைக்கானல் ஊட்டி எல்லாம் மழை இருந்தாலும் கேரளாவில் லைக் பண்ணுறதுக்குன்னு எப்போ வந்தாலும் சுவாரஸ்யம், ஒரு நல்ல ஃபீலு, ഒരു അമനിயான സിറ്റുവേഷൻ, പെരിയ മരക്കാടുകൾ. വാച്ച് ടവറിലെ കാഴ്ചകൾക്ക് ശേഷം കീഴ്ക്കാംതൂക്കായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാട്ടിന്റെ വിദൂര കാഴ്ചയും വലിയ പാറക്കെട്ടുകളും ഇവിടെ നിന്നാൽ കാണാനാകും. താഴ്വാരമാകെ പരന്നുകിടക്കുന്ന മേഘപ്പാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ്പ് സ്റ്റേഷന്റെ ഹൈലൈറ്റ്. കാഴ്ചകൾ കണ്ട് കണ്ണും മനവും നിറഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സഞ്ചാരികൾ മടങ്ങാറ്. ന്യൂസ് 18 വട്ടവട. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 10 കോടി രൂപ ചെലവിൽ 5 നിലകളിലായാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. ജനപ്രതിനിധികൾ പ്രവൃത്തികൾ വിലയിരുത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത്. 5 നിലകളുണ്ട്. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായകമാകും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
आपका साक्षी है कि आध्यात्मिक ऊर्जा से सराबोर जम्मू कश्मीर से माननीय प्रधानमंत्री जी का बहुत गहरा लगाव है। इस सर्व राज्य क्षेत्र के प्रत्येक नागरिक का उत्थान सदैव उनकी सर्वोच्च प्राथमिकता रही। उन्होंने हमेशा इस बात की चिंता की है कि आवाम की सभी आशाओं और आकांक्षाओं की पूर्ति हो तथा एक सशक्त एवं आत्मनिर्भर जम्मू कश्मीर का निर्माण मैं कर सकता हूँ कि उसी दिशा में 10वें अंतर्राष्ट्रीय योग दिवस के आयोजन में जम्मू कश्मीर की विकास यात्रा में एक नया आयाम जोड़ा है। मैं फिर से अपनी ओर से जम्मू कश्मीर के सभी योग प्रेमी और नागरिकों की ओर से आदरणीय प्रधानमंत्री जी का हृदय से स्वागत करता हूँ, अभिनंदन करता हूँ। धन्यवाद। जय हिंद। बहुत बहुत धन्यवाद उपराज्यपाल महोदय। Ladies and gentlemen, Ministry of Ayush under the guidance of Honorable Minister of State Ayush is all geared up for this global celebration, bringing millions together to embrace health. നിരവധി വെള്ളച്ചാട്ടങ്ങളുള്ള നാടാണ് ഇടുക്കിയിലെ മാങ്കുളം. മഴക്കാലമായതോടെ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത്. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം, 33, കൈനഗിരി, നക്ഷത്രക്കുത്ത്, കോഴിവാലൻകുത്ത്, ചിന്നാർകുത്ത് ഇങ്ങനെ നീളുന്നു വെള്ളച്ചാട്ടങ്ങളുടെ നിര. അടിമാലി പിന്നിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര തുടങ്ങിയാൽ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാം. കാട്ടാനകളും മറ്റു കാനന കാഴ്ചകളും ഒക്കെയുണ്ടെങ്കിലും പച്ചപ്പിന് നടുവിൽ വെള്ളിവരകൾ തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് മാങ്കുളത്തിന്റെ ആകർഷണം. മഴക്കാലമായതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം ജലസമൃദ്ധമായി കഴിഞ്ഞു. ഇവിടെ എത്തുന്ന സന്ദർശകർ വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. എന്നാൽ മഴയിൽ ചിലയിടങ്ങളിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മഴ നനഞ്ഞ് മൺസൂൺ ടൂറിസം ആസ്വദിക്കാനെത്തുന്ന സന്ദർശകർക്ക് സുരക്ഷിതത്വം ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്തും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 മാങ്കുളം. ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളിലും അപകടക്കെണിയുണ്ട്. എന്നാൽ അപകടം തീരെ ഇല്ലാത്ത വെള്ളച്ചാട്ടങ്ങളും ഇടുക്കിയിലുണ്ട്. മാമലകണ്ടത്തേക്കുള്ള വഴികളിൽ നിറയെ ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ കാണാം. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഇവിടേക്ക് ഒരുപാട് പേരെത്തുന്നുണ്ട്. മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളുമൊക്കെയായി 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാമലക്കണ്ടം. ഇടതൂർന്ന വനവും അരുവികളും നേരൊഴുക്കുമുള്ള ഇവിടേക്കുള്ള യാത്ര തികച്ചും അവിസ്മരണീയമാണ്. അടുത്തടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലെ ആകർഷണം. ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങൾ തീർത്തും അപകടരഹിതവുമാണ്. കുട്ടികൾക്ക് സുരക്ഷിതമായി ഇവിടെ ഇറങ്ങാം. മഴയെത്തിയതോടെ മാമലക്കണ്ടത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്കാണ്. സോഷ്യൽ മീഡിയയിലുമാണ് ഈ സ്ഥലങ്ങൾ ഇത്ര വൈറലാവുന്നത്. ഒരു എന്താ പറയുന്നത്, ആനശല്യം ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ നൈറ്റ് ആയിട്ടില്ല. നൈറ്റിൽ ഒരു 11 മണിയോട് ആനശല്യം ഉണ്ടെന്നാണ് ആളുകൾ പൊതുവെ പറയുന്നത്. സഞ്ചാരികൾ പിന്നെ ഇഷ്ടം പോലെ സഞ്ചാരികൾ എല്ലാം എന്താ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ അവിടെ നിന്നുള്ള ആളുകളാണ് കൂടുതലും. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണിവിടം. വിജനമായ റോഡുകളും കൂറ്റൻ പാറക്കെട്ടുകളും മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകളും തുടങ്ങി കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രദേശം ഒട്ടേറെ സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. മുൻപ് ഇടുക്കിയുടെ ഭാഗമായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നേര്യമംഗലം 6 മൈലിൽ നിന്നും തിരിഞ്ഞുപോയാൽ മാമലക്കണ്ടത്തേക്ക് എത്താനാകും. ന്യൂസ് 18 ഇടുക്കി.
കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വായനശാല ഒരുക്കി വിദ്യാർത്ഥികൾ. വായന ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളാണ് വായനശാല സജ്ജമാക്കിയത്. വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് പ്രവർത്തനം. വായനാ ഇടം എന്ന പേരിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇടം ഒരുക്കിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് വായനാ ഇടം സജ്ജമാക്കിയത്. വീടുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശേഖരിച്ച ബുക്കുകളാണ് ലൈബ്രറിയിലുള്ളത്. ചടങ്ങിൽ ശോഭന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് സബ് ഇൻസ്പെക്ടർ PM അജിക്ക് പുസ്തകം കൈമാറി. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും ഇത്രയും മനോഹരമായിട്ട് ഇത്രയും പുസ്തകങ്ങളിവിടെ എത്തിച്ച് ഒരു ലൈബ്രറിയുടെ തുടക്കം കുറിക്കാനും ശോഭന സ്കൂൾ പ്രിൻസിപ്പള് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി ജോസ് മാഡം കാണിച്ച ഈ ഒരു ഇത് എത്രയും ശ്ലാഘനീയമാണ്. കുട്ടികളും ഇതിനോട് വളരെ സഹകരിച്ചിട്ടുണ്ട്. ഇത് തുടർന്ന് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. വായനയാണ് ഒരാളെ പൂർണ്ണനാക്കുന്നത് എന്ന വലിയ ആശയം സമൂഹത്തിന് നൽകാൻ ഇത്തരം പദ്ധതികൾക്ക് കഴിയുമെന്നതാണ് പ്രധാനം. ഇന്ന് വായനാ ദിനം ആചരിക്കുമ്പോൾ ഞങ്ങളുടെ ശോഭന പബ്ലിക് സ്കൂളിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു കൊച്ചു ലൈബ്രറി എന്നത്. ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളുടെ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് പരിശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്നിവിടെ ഞങ്ങൾ തുടങ്ങുന്ന ഒരു കൊച്ചു ലൈബ്രറി ഈ നാടിന്റെ തന്നെ വലിയൊരു പ്രകാശമായിട്ട് ഒരു വലിയ ലൈബ്രറി ആയിട്ട് രൂപപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് 18 കോതമംഗലം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5590 രൂപ, പവന് 44,720 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.